ഹായ്, പാരഡൈസ് ഓഫ് ടാലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കർണാടകയിലെ മംഗലാപുരത്തിനടുത്തുള്ള വാമഞ്ചൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പിലിക്കുള നിസർഗധാമയിലെ കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയയുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഈ കാണുന്ന ബിൽഡിങ്ങിലോട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഈ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചയാണിത്. അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. കോവിഡ് പ്രോട്ടോകോൾസ് പാലിച്ച് ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇതുപോലെ സ്ക്വയറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ ഡെസ്റ്റിനേഷൻ്റെയും എൻട്രി ഫീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു ബോർഡ് ഇവിടെ കാണാം. രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. വീക്ക്ലി ഹോളിഡേ മൺഡേ ആണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ എഡ്യൂക്കേഷണൽ ട്രിപ്പായിട്ട് വരുന്നവർക്കും, അതായത് സ്റ്റഡി ടൂറൊക്കെ ആയിട്ട് വരുന്നവർക്കും ഇവിടുത്തെ എൻട്രി ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓൺലൈനായി ബുക്ക് ചെയ്തിട്ടും വരാവുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിലിക്കുളയിലെ ആർട്ടിസൻ വില്ലേജിലെ കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ആർട്ടിസൻ വില്ലേജിലുണ്ടാക്കിയ പ്രോഡക്ട്സിൻ്റെ ഒരു സെയിൽസ് ഔട്ട്ലെറ്റും ഇവിടെ കാണാം. പിന്നെ ഒരു ATM ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഷൂസ്, സാൻഡൽസ് ഒക്കെ വെക്കുന്ന ഒരു ഔട്ട്ലെറ്റും ഇവിടെ കാണാം. ഞങ്ങൾ ഇതുപോലത്തെ ഇലക്ട്രിക് വെഹിക്കിളിനാണ് ആർട്ടിസൻ വില്ലേജിലേക്ക് പോകുന്നത്. ഈ വണ്ടിയിൽ പോകണമെങ്കിൽ നമ്മൾ അതിന് സ്പെഷ്യലായിട്ട് ടിക്കറ്റ് എടുക്കണം. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പിലിക്കുള റീജിയണൽ സയൻസ് സെൻറ്റർ. ഇതിപ്പോൾ ഓപ്പൺ അല്ല, കോവിഡ് കാരണം. റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പിലിക്കുള ബയോളജിക്കൽ പാർക്ക്. പിലിക്കുള ബയോളജിക്കൽ പാർക്കിൽ നിന്ന് കുറച്ച് മുമ്പോട്ടിങ് വന്നപ്പോൾ റൈറ്റ് സൈഡിൽ വലിയൊരു ബോർഡ് കണ്ടു. ആ ബോർഡിൻ്റെ തൊട്ടടുത്തുള്ള ഗേറ്റിൽ കൂടെയാണ് ആർട്ടിസൻ വില്ലേജിലേക്കും ഗുത്തുമനയിലേക്കും പോകാനുള്ള എൻട്രൻസ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റീനെ നമ്മുടെ കയ്യിലുള്ള എൻട്രി പാസ് കാണിക്കണം. അതോടൊപ്പം തന്നെ അവർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. ഒപ്പം നമ്മുടെ കൈ സാനിറ്റൈസ് ചെയ്യാനുള്ള സാനിറ്റൈസറും തരും. ഈ ബോർഡിൽ മെൻഷൻ ചെയ്തേക്കുന്ന അത്രയും സെക്ഷൻസാണ് ആർട്ടിസൻ വില്ലേജിലുള്ളത്. ആർട്ടിസൻ വില്ലേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓല വെച്ച് മേഞ്ഞ ഒരു പടിപ്പുരയുണ്ട്. ഈ പടിപ്പുരയുടെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ആർട്ടിസൻ വില്ലേജിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. ഇവിടെയാണ് പോട്ടറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതായത് കളിമണ്ണ് വെച്ചിട്ട് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇവരിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ മൺപാത്രങ്ങൾ കാണാം. അതായത് കറിച്ചട്ടികളുണ്ട്, പിന്നെ കുടമുണ്ട്, പൂച്ചട്ടിയുണ്ട്, ചിരാത്, കൂജ തുടങ്ങിയ കുറേ ഐറ്റംസ് ഇവിടെ കാണാം. ഒരു ലേഡി ഞങ്ങൾക്ക് ലൈവായിട്ട് ചെറിയൊരു പോട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നു. മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നിടത്തു നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തത് പോയത് ബീറ്റൺ റൈസ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്താണ്. ഈ കാണുന്ന മെഷീൻ വെച്ചിട്ടാണ് ഇവിടെ അവൽ ഉണ്ടാക്കുന്നത്.
ഇത് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്ഥലമാണ്, അതായത് എണ്ണ വേർതിരിച്ചെടുക്കുന്ന സ്ഥലം. ഈ കാണുന്നത് സ്റ്റോൺ കാർവിങ്ങിൻ്റെ യൂണിറ്റ് ആണ്, അതായത് കല്ലേൽ കൊത്തുപണികളൊക്കെ ചെയ്യുന്ന സ്ഥലം. ഇത് ടൂൾസ് ഒക്കെ ഉണ്ടാക്കുന്ന ആലയാണ്. ഇത് കൈത്തറി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഹാൻഡ്ലൂം യൂണിറ്റ് ആണ്. ഇതാണ് കാർപ്പൻട്രി യൂണിറ്റ്. ഇവിടെയാണ് വുഡ് വെച്ചിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സെയിൽസ് ഔട്ട്ലെറ്റ്, അതായത് ആർട്ടിസാൻ വില്ലേജിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഇതാണ് കെയിൻ ആൻഡ് ബാംബു യൂണിറ്റ്. ഇവിടെയാണ് ചൂരലും മുളയും വെച്ചിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇവർ കസേര ഉണ്ടാക്കുന്നുണ്ട്, ബാസ്ക്കറ്റ്, ഫ്ലവർ വേസ് തുടങ്ങിയ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പിലിക്കുളയിലുള്ള ആർട്ടിസാൻ വില്ലേജിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.